guys, welcome back to my YouTube channel. Firstly, ഞാനൊരു ഇൻട്രോ തരാം. I'm Safa and ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ കുറച്ച് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തു. പിന്നെ ഞാനൊരു 15 days of challenge ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് ഫോർച്ചുനേറ്റ്ലി or unfortunately എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് സം ഹെൽത്ത് ഇഷ്യൂസ്. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ക്രൂഷ്യൽ ആയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി. And I have overcome it all. ഞാൻ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So I thought of resuming my YouTube channel. ഞാൻ കുറെ പ്ലാൻ ഒക്കെ ഇടുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കണില്ല. കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്, ബട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കണില്ല. സോ ഐ തോട്ട് ഓഫ് റിസെറ്റിംഗ് മൈ ലൈഫ്. വലിയ റിസെറ്റ് ഒന്നും അല്ല, ടു മേക്ക് മൈ ലൈഫ് മോർ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഐ തോട്ട് ഓഫ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം, റൂമൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിക്കുന്നുണ്ട്. ശരിക്കും എൻ്റെ റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ്, പക്ഷെ ദീദി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ദീദിയാണ് അവിടെ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ നോർമലി ദീദിയുടെ റൂമിലാണ് ഷൂട്ട് ആക്കല്. ബട്ട് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ബ്രദറിന്റെ റൂം ഉണ്ട് ഇവിടെ, അതൊന്ന് നമുക്ക് ടെമ്പററി റൂം മേക്ക് ഓവർ ചെയ്യാം. റൂം മേക്ക് ഓവർ പറഞ്ഞിട്ട് വലിയ റൂം മേക്ക് ഓവർ ഒന്നല്ല, എൻ്റെ എല്ലാ സാധനങ്ങളും വെച്ച് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ച് പക്ഷെ നല്ല ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് അങ്ങനെയൊക്കെ സെറ്റ് ആക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടെമ്പററി ആണ്, കാരണം ബ്രദർ നെക്സ്റ്റ് മന്ത് വരുന്നുണ്ട്, മിക്കവാറും റൂം കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യണതായിരിക്കും. സോ ജോയിൻ വിത്ത് മീ. ഞാൻ എങ്ങനെയൊക്കെയോ ഇതൊക്കെ ഒഴിച്ച് ബെഡ്ഷീറ്റ് വിരിച്ചു. പിന്നെ റൂം നല്ല സെറ്റായി. സോ ഇതാണ് കറന്റ്ലി ഇപ്പൊ റൂമിന്റെ അവസ്ഥ. എവിടുന്ന് തുടങ്ങണം എന്നൊക്കെ അറിയണില്ല. ഈ കബോർഡിലൊക്കെ എന്തൊക്കെയാന്ന് പോലും എനിക്ക് അറിയില്ല. വേസ്റ്റ് ആയിരുന്നതും അടിയത് ക്ലീൻ ആക്കുമ്പോ ഒക്കെ ഇവിടെ വന്നിട്ടാ തട്ടുക. അപ്പൊ ഇതിന്ന് ഇനി എന്തൊക്കെ ആവശ്യമുള്ളത് ഉണ്ട് എന്ന് എടുക്കണം. പിന്നെ അതിൽ കുറെ എന്റെ കാകാന്റെ കുറെ ബുക്സ് ഉണ്ട്, അത് തൊടാൻ പാടില്ല, തൊട്ട സീനാവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ ടേബിളും ബെഡും നല്ല കുഴപ്പമില്ല. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വാൾ ഓർഗനൈസർ ആകുന്നു. അടുത്ത സാധനങ്ങൾ ഇറക്കാനാവും ടാസ്ക് എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഈ വാൾ ഓർഗനൈസർ വെച്ചിട്ടാണ്. ഇതെനിക്ക് 3-4 ദിവസങ്ങൾ എടുത്തു. മെയിൻ ആയിട്ട് എന്റെ മടി കാരണമാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ടൈം ഒന്നും ഉണ്ടാവണില്ല. എന്നിട്ട് പിന്നെ ഞാൻ കുറെ നോക്കി ഫസ്റ്റ് ഒരു റോ നോക്കും, പിന്നെ ബോറടിക്കുകയും പോവും, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. എന്നിട്ട് ഇതിൽ ഞാൻ ആവശ്യമില്ലാത്ത ബുക്ക്, മെയിൻ ആയിട്ട് ഇന്ത്യ ബുക്ക് ഉണ്ട് ഇതിൽ ഇഷ്ടം പോലെ. എന്റെ ഫസ്റ്റ് സെം തൊട്ടുള്ള ബുക്ക് അതിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് ഒഴിവാക്കി. പിന്നെ ബ്രദറിന്റെ ബുക്ക് ഒരു സൈഡിൽ മാത്രമാക്കി വെച്ചു. പിന്നെ ഉമ്മാന്റെ കുറെ ഖുറാന്റെ ബുക്കുകൾ, അങ്ങനെ എന്തൊക്കെ ബേസ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കുറെ മാറ്റി. അങ്ങനെ ഫൈനലി ഞാൻ അത് ക്ലീൻ ആക്കി. I'll tell you I love you more. It's stuck with you forever, so promise you won't let it go. I'll trust the universe will always bring me to you. ഫൈനലി ഞാൻ എങ്ങനെയൊക്കെയോ ഇതൊക്കെ ഒഴിച്ച് ഇത് എൻ്റെ ബ്രദറിൻ്റെ ബുക്സും പിന്നെ എന്തൊക്കെയാണ് അത് ഞാൻ തൊട്ടില്ലാക്കപ്പെടി. പിന്നെ അത് ഖുറാനുകളാണ്, പഴയ ഖുറാനുകളാണ്, അപ്പോൾ അത് കളയേണ്ടി വെച്ചു. പിന്നെ അത് സ്ട്രീമറാണ്, പിന്നെ അതിൻ്റെ റിംഗ് ലൈറ്റാണ്. അപ്പോൾ ആ പാർട്ട് ഞാൻ അങ്ങനെ വെച്ചു. ഇത് ഇതിൻ്റെ ഇപ്പോൾ കറണ്ട് സെമസ്റ്ററിലത്തെ ബുക്സാണ്. അപ്പോൾ ആ പാർട്ട് ഞാൻ അങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഈ പാർട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ വെറുതെ വെക്കാതെ വെക്കണം. ഞാൻ വല്ലാണ്ട് അങ്ങനെ ഓവറാക്കിയിട്ടോ വല്ലാണ്ട് എസ്തെറ്റിക് ആക്കാനുള്ള സാധനങ്ങളൊന്നും ഇന്ത്യയിൽ ഇല്ല. പിന്നെ ടെമ്പററി ആയിട്ട് വെക്കണോണ്ട് ഞാൻ അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ റൂം മേക്ക് ഓവറൊക്കെ ഉണ്ടെങ്കിൽ ഫർദർ വീഡിയോസിലായിട്ട് നമുക്ക് കാണാം. അപ്പം ഇന്ത്യയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്, സെറ്റ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇന്ത്യയിലുള്ള കുറച്ച് സ്റ്റഫ്സ് ഒക്കെ വെച്ചിട്ട് അതൊന്ന് ഓർഗനൈസ് ചെയ്തെടുത്തു. പിന്നെ അടിയത്തൊരു ബോക്സ് ഞാൻ എൻ്റെ ബുക്ക് വെക്കാളത് ബാക്കി. പിന്നെ ഇന്ത്യയിൽ വല്ലാണ്ട് നല്ല സ്റ്റഫ്സുകൾ, നല്ല ക്യൂട്ട് സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഉള്ളത് വെച്ചൊന്ന് ഓർഗനൈസ് ചെയ്തു. പിന്നെ ഞാനൊന്ന് റൂം അടിച്ചൊരു തുടച്ചു. വിൻഡോസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി, എല്ലാം ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ടേബിളിൽ വല്ലാണ്ട് സീനൊന്നും ഉണ്ടാകുന്നില്ല.
ടേബിളിന്റെ ഉള്ളിൽ തക്കാകാണ്ട് എന്തൊക്കെയാണ് ഞാൻ തൊടാൻ പോയില്ല. തൊട്ട പിന്നെ പണിയാവും. എന്തൊക്കെയാന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അത് ചോദിക്കുക അതൊക്കെ എവിടെയാണ് നിൽക്കാൻ ഓർമ്മ ഉണ്ടാവില്ല. അതിനുശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് ബെഡ്ഷീറ്റ് വിരിച്ചു. പിന്നെ എനിക്ക് ഈ ടേബിളിന്റെ ഇവിടെ ഒരു വാളിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഒന്നും ഐഡിയ ഒന്നും കിട്ടണില്ല. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ചിലപ്പോൾ ഒരുപാട് ഇത്തേക്കും. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് എന്താ വേണ്ടത്. അവിടെ ആണെങ്കിൽ ഒരു ആണി ഉണ്ട്. അവിടെ വല്ലതും വെക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഐഡിയ ഒന്നും എനിക്ക് കിട്ടണില്ല. വല്ല വാൾ ഡെക്കർ എന്തെങ്കിലും വെക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് തന്നെ റൂം നല്ല സെറ്റായി. ആൻഡ് ഫൈനലി എന്റെ 3-ാമത്തെ കഷ്ടപ്പാടിന് ശേഷം റൂം അവിടെ സെറ്റാക്കി. മെയിനായിട്ട് 3-4 ദിവസം എടുത്തത് എന്റെ മെയിൻ ആയിട്ടുള്ള മടി കാരണമാണ്. അങ്ങനെ ഞാൻ ഈ മെയിൻ ആയിട്ട് ടാസ്ക് തന്നിട്ടുള്ള വാൾ ഓർഗനൈസർ ഒക്കെ സെറ്റാക്കി. എന്റെ കയ്യിലെ ക്യൂട്ട് സ്റ്റഫ്സ് ഒക്കെ വെച്ച് സെറ്റാക്കി. പിന്നെ ഒരു റോ എന്റെ ബുക്കിനിട്ട്, പിന്നെ ഇക്കാകാന്റെ റോ ബുക്ക് വെച്ചത് ഞാൻ മെയിനായിട്ട് അത് അടിയിക്ക് എടുത്തിട്ട് ഇക്കാകാന്റെ ടേബിളിന്റെ അടിയത്തേൽ വെച്ചു. അത് അവിടെ വെക്കുമ്പോൾ ഒരു ബോർ പോലെ. പിന്നെ അതിൽ മുകളിൽ എന്റെ റിംഗ് ലൈറ്റും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ സൈഡ് മാത്രമേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കി. പിന്നെ ടേബിളിന്റെ അവിടെ ഇപ്പോഴും ഒരു ഐഡിയ വരുന്നുണ്ട്. ടേബിൾ ഭയങ്കര പ്ലെയിൻ ആയ പോലെ ഉണ്ട്. ടേബിൾ എന്ത് ചെയ്യേണ്ടത് എനിക്ക് ഐഡിയ വരുന്നില്ല. ഞാൻ സൺലൈറ്റ് ലാമ്പ് മേടിച്ചാലോ ഒന്ന് പ്ലാൻ ആക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പേടി, ഞാൻ ഈ വീഡിയോസ് ഇടില്ലേ അങ്ങനെയൊക്കെ ഒരു പേടി. വെറുതെ മേടിച്ചാവും. അങ്ങനെ മേടിച്ചതാണ് ഈ റിംഗ് ലൈറ്റ് മേടിച്ചിട്ട് കുറെ കാലമായി, ഇപ്പോഴും ഞാൻ യൂസ് ആക്കണില്ല. അപ്പോ ഞാൻ വിചാരിക്കുന്നു ഒരു 50 സബ്സ്ക്രൈബറൊക്കെ ആവുകയാണെങ്കിൽ അത് മേടിക്കാം. ലൈക്ക് എനിക്ക് തന്നെ ഗിഫ്റ്റ് പോലെ 50 സബ്സ്ക്രൈബർ വന്ന് 50K ഒന്നല്ല, ജസ്റ്റ് 50. ലൈക്ക് 50 ആവുകയാണെങ്കിൽ ലൈക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ എനിക്ക് മേടിക്കാൻ പ്ലാൻ ആക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഇത്രയുള്ള റിസെറ്റിംഗ് മൈ ലൈഫ് പാർട്ട് 1. പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസുകളോ വല്ല വീഡിയോസിനെ കുറിച്ചിട്ട് വല്ല ചേഞ്ച് ആക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിലോ ലൈക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ആക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോസിലെ ഏത് പാർട്ടാണ് ഇഷ്ടമായതെന്നോ പിന്നെ നിന്റെ റൂമിന്റെ ഏത് സൈഡോ ഏത് കോർണർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. I hope you guys enjoyed this video, and if you like this video please like, and if you like me please subscribe, and if you want to interact with me please comment on the comment section. And thank you for being with me, and see you in next video. Bye. I'll trust in you.